പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പുതിയ വർഷത്തിലേക്ക് പ്രത്യാശയോടെ വചനത്തിൻ്റെ ഉറപ്പിലും അടിത്തറയിലും ദൈവത്തിൻ്റെ കരം പിടിച്ച് പ്രവേശിക്കാൻ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പുതുവർഷ ഒരുക്ക ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തമായ കരം നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് ഈ ചിന്തകളിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു ചിന്തയാണ്. പരാജയപ്പെട്ടു, നശിച്ചുപോയി, എനിക്ക് തോൽവികൾ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിൻ്റെ ആധികാരികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്ന് ബൈബിൾ മനുഷ്യൻ്റെ നന്മകൾ മാത്രം വിവരിക്കുന്ന ഗ്രന്ഥമല്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന, ദൈവത്തോട് ചേർന്ന് നടന്ന, ദൈവത്തെ വിലമതിച്ച, ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ മതബോധങ്ങളിലെ ഉജ്ജ്വല നക്ഷത്രങ്ങളായി വിരാജിച്ചിരുന്ന ജീവിതങ്ങളുടെ നന്മകൾ മാത്രം അവതരിപ്പിക്കുന്ന ഗ്രന്ഥമല്ല ബൈബിൾ. ഒരു മനുഷ്യൻ്റെ ഉത്കൃഷ്ടമായ മഹനീയമായ ജീവിത മാതൃകകളും അധമമായ ജീവിതത്തിൻ്റെ ബലഹീനതകളും ബൈബിൾ ഒരുപോലെ വിവരിക്കുന്നു എന്നതാണ് ബൈബിളിൻ്റെ ആധികാരികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്ന്. അതായത് അബ്രഹാം എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ നന്മകൾ വിവരിക്കുന്ന അതേ ബൈബിൾ അബ്രഹാമിൻ്റെ ബലഹീനതകളും വിവരിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ മക്കളുടെ നന്മകൾ വിവരിക്കുന്ന ബൈബിൾ യാക്കോബിൻ്റെ മക്കളുടെ ബലഹീനതകൾ വിവരിക്കുന്നുണ്ട്. ദാവീദിൻ്റെ നന്മകൾ വിവരിച്ച ബൈബിൾ ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായ അധമമായ ഒരു എപ്പിസോഡ് വിവരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ബലഹീനരായ മനുഷ്യരുടെ ജീവിതത്തെ പുനരുദ്ധരിക്കുന്ന ഒരു ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ ദിശയിലേക്ക് നമ്മുടെ ചിന്തകളെ കടത്തിവിടുകയാണ്. ഞാൻ ഇന്ന് എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ആദത്തിൻ്റെ മക്കളായ കായേനും ആബേലും ബലിയർപ്പിക്കാൻ പോകുന്ന സംഭവം. നമുക്ക് ആ ഭാഗം ബൈബിൾ എടുത്ത് വായിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ആദം തൻ്റെ ഭാര്യയായ ഹവ്വായോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് കായേനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലെ ഈ കായേൻ്റെയും ആബേലിൻ്റെയും കഥ തുടങ്ങുമ്പോൾ, ഈ സംഭവം തുടങ്ങുമ്പോൾ കായേന് ജന്മം നൽകിയ കാര്യം പറഞ്ഞുകൊണ്ടാണത് തുടങ്ങുന്നത്. ഈ ഭൂമിയിൽ സ്വാഭാവികമായിട്ട് ജനിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? കായേനാണത്. ആദവും ഹവ്വയും അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ജനിച്ച ആളുകളാണ്. അവർ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ആളുകളല്ല. അവർ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം അവരെ മെനഞ്ഞുണ്ടാക്കിയതിൻ്റെ വസ്തുതകൾ ബൈബിൾ വിവരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ആദ്യമായി പുറത്തു വന്ന ആളാരാണ്? അത് കായേനാണ്. അങ്ങനെ കായേന് ജന്മം നൽകിയ കാര്യമാണ് ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്. അവൾ പറയുകയാണ്, കർത്താവ് കടാക്ഷിച്ച് എനിക്കൊരു പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായേൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഞാനത് വായിച്ചു പോകുന്നേ ഉള്ളൂ. അതായത് ഇവിടെ നമ്മൾ കാണുന്നത്, ജീവിതം 2 വ്യക്തികളോട് 2 വിധത്തിൽ ഇടപെടുന്നു. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും
കായേനും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് മമതയുള്ള ഒരാളായിട്ട് തന്നെയാണ് കായേൻ തൻ്റെ ബലി സമർപ്പിക്കുന്നത്. കായൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരുന്നിരിക്കണം. കാരണം ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല എന്നാണ്. കാഴ്ചയിൽ പ്രസാദിക്കാഞ്ഞത് കാഴ്ച വെച്ചവനിൽ പ്രസാദമില്ലാതിരുന്നത് കൊണ്ടാണ്. ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചു എന്നാണ്. ആബേലിൽ പ്രസാദമുണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ കാഴ്ച വെച്ചതിലും പ്രസാദിച്ചത്. അതായത് കൊടുക്കുന്ന കാഴ്ചയിലല്ല, ആ കാഴ്ച കൊടുക്കുന്നവനിലാണ് ദൈവത്തിൻ്റെ പ്രസാദമോ പ്രസാദമില്ലായ്മയോ വെളിപ്പെടുന്നത്. അതെന്തും ആവട്ടെ, കായേന് പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കായേന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ജീവിതം രണ്ട് വിധത്തിൽ രണ്ട് പേരോട് ഇടപെടുകയാണ്. ഒരാളിൽ ദൈവത്തിൻ്റെ പ്രസാദം വെളിപ്പെടുന്നു, ഒരാളിൽ ദൈവത്തിൻ്റെ പ്രസാദം വെളിപ്പെടുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ജീവിതം തന്നോട് പക്ഷപാതപരമായിട്ടാണോ പെരുമാറിയത് എന്ന് ഇയാൾ ചിന്തിക്കുന്നു. റോമാലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിത്ത് ഗോഡ് ദർ ഈസ് നോ പാർഷ്യാലിറ്റി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമോ പ്രസാദമില്ലായ്മയോ വെളിപ്പെടുന്നതിന് ദൈവം ഒരു കാരണക്കാരനല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ നമ്മുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വം ആവണമെന്നില്ല. പല കാരണങ്ങളുണ്ടാവാം. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വേദനാജനകമായി നിൽക്കുന്നൊരു ചിത്രമുണ്ട്. ഇംഗ്ലണ്ടിൽ വെച്ച് ഒരിക്കൽ ഞാനൊരു മരണ വീട്ടിൽ പോയി. ആ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുടുംബനാഥൻ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്നെ വളരെയധികം സങ്കടപ്പെടുത്തി. യൂറോപ്യനായ ഒരു ഡ്രൈവർ ഒരു വലിയ ട്രക്ക് ഓടിച്ച് നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ തൻ്റെ ഭാര്യയുമായിട്ട് ഫോണിലൂടെ കലഹിച്ചു. ഭാര്യയാണോ കാമുകിയാണോ എന്നെനിക്ക് നിശ്ചയമില്ല. ഏതായാലും തൻ്റെ പ്രിയപ്പെട്ടവളുമായിട്ട് കലഹിച്ചിട്ട് ഈ മനുഷ്യൻ ഭാര്യയോടുള്ള കലഹത്തിലും വൈരാഗ്യത്തിലും വെറുപ്പിലും ആ നാഷണൽ ഹൈവേയുടെ നടുക്ക് ട്രക്ക് ചവിട്ടി നിർത്തി. ഓർക്കാപ്പുറത്ത് വളരെ വേഗതയിൽ, മിന്നൽ വേഗതയിൽ വാഹനങ്ങൾ ചീറിപ്പായുന്ന ഒരു പ്രധാന പാതയിൽ, ദേശീയപാതയിൽ മുന്നറിയിപ്പുകളോ മുൻസൂചനകളോ ഇല്ലാതെ മുന്നിലോടുന്നൊരു ട്രക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ മരണ വീട്ടിലെ മരിച്ചുപോയ കൊല്ലപ്പെട്ട കുടുംബനാഥൻ ഓടിച്ചിരുന്ന ഒരു പാസഞ്ചർ വെഹിക്കിൾ, ഒരു ചെറിയ യാത്രാവാഹനം, ഏതാണ്ട് 10-14 പേര് അതിനകത്തുണ്ടായിരുന്നു. അത്രയും പേരുമായി പോയ ആ വാഹനം ഈ ട്രക്കിൻ്റെ പിന്നിൽ ചെന്ന് ഇടിച്ചു. ഈ കുടുംബനാഥൻ കൊല്ലപ്പെട്ടതിൻ്റെ കാരണം മറ്റൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ വെറുപ്പാണ്. മറ്റൊരു മനുഷ്യൻ്റെ പാപമാണ്. അപ്പോൾ ഒന്ന് ആഴത്തിലേക്ക് പോയി ചിന്തിച്ചു നോക്കിയാൽ ഈ നിതാന്തമായ ദുഃഖത്തിലേക്ക് ദൈവത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും ആ കുടുംബം പുറത്തു വന്നു എങ്കിലും കുടുംബനാഥനെ നഷ്ടപ്പെട്ട ആ നിതാന്ത ദുഃഖത്തിൻ്റെ നീറിപ്പുകയുന്ന ആ ദുഃഖസ്മൃതികളിലേക്ക് ഈ കുടുംബത്തെ തള്ളിവിട്ടത് ഒരാളുടെ അവിവേകമാണ്. ഇങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ചരിച്ചരിച്ചരിച്ച് പുറകിലേക്ക് പോകുമ്പോൾ എല്ലാ തകർച്ചകളുടെ പിന്നിലും മനുഷ്യൻ്റെ തിന്മയുണ്ടാവും. മനുഷ്യനിന്ന് നേരിടുന്ന എല്ലാ തകർച്ചകളുടെയും, ഇന്ന് ലോകം കാണുന്ന എല്ലാ ദുരനുഭവങ്ങളുടെയും പുറകിൽ മനുഷ്യൻ്റെ തിന്മയുണ്ട്. ഞാൻ പറയാൻ വരുന്നത്, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ, നമ്മുടെ ജീവിതം മെച്ചപ്പെടാത്തതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയാൽ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ എല്ലാം പുറകിലുണ്ടാവും. അപ്പോൾ ജീവിതം ചിലരോട് നന്മയായും ചിലരോട് തിന്മയായും പെരുമാറുന്നു. ജീവിതം ചിലർക്ക് അനുഗ്രഹമായും ചിലർക്ക് ദുരിതമായും മാറുന്നു.
ഇതിൻ്റെ അടയാളമാണ് കായേനും ആബേലും. നമ്മളതിൻ്റെ കാരണങ്ങളിലേക്കോ പിന്നാമ്പുറങ്ങളിലേക്കോ പോകാനല്ല നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. മറിച്ച് ഇങ്ങനെ ജീവിതം നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ ജീവിതത്തെ എങ്ങനെ നേരിടും, നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? കായൻ്റെ പ്രതികരണം എന്താണ്? ദൈവത്തിൻ്റെ ഒരു പ്രസാദം നഷ്ടപ്പെട്ടു, അല്ലെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രസാദമില്ല, ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ കാണുന്നില്ല, ജീവിതം കൈപ്പേറിയതായിട്ടും സങ്കീർണമായിട്ടും മുന്നോട്ട് നീങ്ങുന്നു എന്ന് കാണുമ്പോൾ എന്തായിരുന്നു കായേൻ്റെ പ്രതികരണം? കായേൻ്റെ മുഖം, അത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അവൻ്റെ മുഖം കറുത്തു. ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങളെ ഇപ്പോൾ ക്ഷണിക്കുകയാണ്. അവൻ്റെ മുഖം കറുത്തു, അവനെ അത് അത്യധികം കോപിപ്പിച്ചു. ഇത് ഒരു മനുഷ്യനെ ഒരിടത്തും എത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും എത്തരുതെന്ന് വിചാരിച്ച ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് അയാളെ കൊണ്ട് ചെന്ന് എത്തിക്കുകയും ചെയ്തു. അവൻ കോപിച്ചു, മുഖം കറുത്തു. ജീവിതത്തോട് പ്രതിഷേധമോ ജീവിതത്തോട് നിഷേധാത്മകമായൊരു പ്രതികരണമോ കോപമോ നിരാശയോ പുലർത്തുന്നത് നമ്മുടെ ജീവിതത്തെ ഒരിടത്തും എത്തിക്കില്ല. എന്നാൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മുടെ ഇതേ ബൈബിളിൽ തന്നെ കുറേ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ യാബസ് എന്നൊരു മനുഷ്യനെ കണ്ടുമുട്ടും. ഈ യാബസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, യാബസിന് ആ പേരിട്ടതിന് കാരണമായി ബൈബിൾ പറയുന്നത്, ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവന് യാബസ് എന്ന് പേരിട്ടു എന്നാണ് ബൈബിളിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവന് യാബസ് എന്ന് പേരിട്ടു. നമ്മളത് വായിക്കുന്നത് 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലാണ്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഇത് ശരിക്കും സമയമെടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണിത്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ജേബസ് വാസ് മോർ റെസ്പെക്റ്റബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. ഹി വാസ് മോർ റെസ്പെക്റ്റബിൾ. വചനം പറയുകയാണ്. അത് ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകമല്ല. ഇത് ജീവിതം തീരുമ്പോൾ ബൈബിൾ തിരുവചനം ഒരാളുടെ ജീവിതത്തെ വിലയിരുത്തുന്ന വാചകമാണ്. ഹി വാസ് മോർ റെസ്പെക്റ്റബിൾ. തൻ്റെ സഹോദരന്മാരെക്കാൾ കൂടുതൽ യാബസ് ബഹുമാന്യനായിരുന്നു. ഇനി തുടക്കത്തെക്കുറിച്ച് പറയുകയാണ്. അയാൾ എങ്ങനെയാണ് തുടങ്ങിയത്? ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. എന്തെന്നറിയാമോ? എല്ലാ അമ്മമാരും വേദനയോടാണ് പ്രസവിക്കുന്നത്. അത് പ്രസവിക്കുന്ന സമയത്തുള്ള വേദനയാവാം, പ്രസവത്തിന് മുമ്പ് ഈ കുഞ്ഞിനെ ചുമന്ന് നടക്കുന്ന കാലത്തുള്ള വേദനയാവാം. ലേബർ പെയിൻ എന്ന് പറയുന്നത് പ്രസവ നേരത്ത് മാത്രമുള്ള വേദനയല്ല. ഒരു കുഞ്ഞിനെ ചുമക്കുകയും ഒരു കുഞ്ഞിനെ വൈകുകയും ചെയ്യുന്ന ഒരമ്മയുടെ ആ ശാരീരിക പ്രക്രിയകൾക്ക് നടുവിൽ അമ്മ കടന്നു പോകുന്ന അസ്വസ്ഥതകളും ദുരനുഭവങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും ക്ലേശങ്ങളും, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഏതമ്മയാണ് വേദനയില്ലാതെ പ്രസവിച്ചത്? ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന പ്രക്രിയ വേദനാജനകമാണ് അമ്മയെ സംബന്ധിച്ച്. ഞാനവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലേബർ പെയിൻ അല്ല, പ്രസവ വേദനയല്ല. മറിച്ച് ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആദ്യത്തെ നിമിഷം മുതൽ ഈ അമ്മ കടന്നുപോയ കഷ്ടപ്പാടുകൾ നിരവധിയായിരുന്നു. അതാണ് യാബസിനെയും ഈ വേദനയും അമ്മ റിലേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം. അമ്മ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അതായത് ഈ കുഞ്ഞ് ഉദരത്തിലുണ്ടായെന്ന് അമ്മ അറിഞ്ഞ ആ മോമെൻ്റ് മുതൽ ഇവനെ പ്രസവിക്കുന്നത് വരെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു പോകാത്ത ദുരനുഭവങ്ങളിലൂടെ ഈ അമ്മ കടന്നുപോയി. അപ്പോൾ ആ കഷ്ടപ്പാടുകൾ അമ്മയെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അമ്മയെ അത് ഓർമ്മിപ്പിച്ചത് ഈ കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ദൈവമേ, ഞാൻ ഈ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖങ്ങളിലൂടെയാണല്ലോ ഞാൻ കടന്നു പോകുന്നത്. അത് ഈ വേദനയും ഈ യാബസിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ അമ്മയെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ഈ കുട്ടി ജനിച്ചപ്പോൾ അവന് ആ കഷ്ടകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു പേരാണ് അമ്മ ഇട്ടത്. ആ പേരാണ് യാബസ്. വേദന തിന്നുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം, വേദന തിന്നുന്നവൻ. പക്ഷേ തൊട്ടു മുമ്പത്തെ വചനം, ഹി വാസ് മോർ റെസ്പെക്റ്റബിൾ. അവൻ തൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു.
എന്നാൽ അവൻ തുടങ്ങിയത് വേദനാജനകമായൊരു കുട്ടിക്കാലം, വേദനാജനകമായൊരു കുടുംബാന്തരീക്ഷം, കുടുംബ പശ്ചാത്തലം. ആൻഡ് വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ്? അത് അടുത്ത വാചകത്തിലുണ്ട്. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് കായേൻ ജീവിതത്തോട് റെസ്പോണ്ട് ചെയ്തതും യാബസ് ജീവിതത്തോട് റെസ്പോണ്ട് ചെയ്തതും രണ്ട് തരത്തിലാണ്. കായേൻ്റെ മുഖം കറുത്തു, അവൻ കോപിച്ചു. തൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്ന്, തൻ്റെ സഹോദരനിൽ നിന്ന് തൻ്റെ ജീവിതം അനുഗ്രഹം കുറഞ്ഞതോ ക്ലേശം നിറഞ്ഞതോ കഷ്ടപ്പാട് നിറഞ്ഞതോ ആയ ഒരു ജീവിതമാണെന്ന് മനസ്സിലായപ്പോൾ കായൻ വാസ് സോ നെഗറ്റീവ്, ഹി വാസ് ആംഗ്രി, അവൻ്റെ മുഖം കറുത്തു. അപ്പോൾ എന്നാൽ അതേ സമയത്ത് യാബസ് എന്ത് ചെയ്തു? യാബസ് അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തുടങ്ങുമ്പോൾ കായേനും യാബസും നിൽക്കുന്നത് ഒരേ സ്ഥലത്താണ്. പക്ഷേ തീരുമ്പോൾ കായേനും യാബസും നിൽക്കുന്നത് രണ്ട് സ്ഥലത്താണ്. വ്യത്യാസം എന്താണ്? ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രസാദമില്ലായ്മയ്ക്കോ അല്ലെ ജീവിതം തന്നോട് നിഷേധാത്മകമായി ഇടപെടുന്നോ എന്ന് തോന്നിയപ്പോൾ കായൻ ദൈവത്തിൽ ആശ്രയിച്ചില്ല, യാബസ് ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പോൾ ഞാൻ ഉൽപ്പത്തി 4 വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ദൈവം മുന്നറിയിപ്പുകൾ കൊടുത്തു, പക്ഷെ കായേൻ അത് ഗവനിച്ചില്ല. ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായനോട് ചോദിച്ചു, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായു വളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല, നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായേൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ഈ കൊലപാതകത്തിന് മുമ്പ് പറയേണ്ടതായിരുന്നു ഈ വാക്കുകൾ. സ്വന്തം സഹോദരൻ്റെ രക്തം ഈ ഭൂമിയിൽ ഒഴുക്കുന്നതിന് മുമ്പ് കായൻ പറയേണ്ടതായിരുന്നു ഈ വാക്കുകൾ. എനിക്ക് വയ്യ, എനിക്ക് സഹിക്കാവുന്നതിലും വലുതാണിത്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് ജീവിതം ക്ലേശകരമാണ്. അത് പറഞ്ഞില്ല. യാബസ് പറഞ്ഞത് കായൻ പറഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സംഭവിച്ചത് ഇങ്ങനെയാണ്. യാബസ് പറഞ്ഞത് കായൻ പറയാതിരുന്നത് കൊണ്ട് കായന് സ്വന്തം സഹോദരനെ കൊല്ലേണ്ടി വന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇവിടം കൊണ്ടും ജീവിതം അവസാനിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത്. ഇവിടം കൊണ്ടൊരു മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതായി എന്നും നിങ്ങൾ കരുതരുത്. കായൻ്റെ ജീവിതത്തിന് ഒരു പ്രത്യാശ നൽകിക്കൊണ്ടാണ് ഉൽപ്പത്തി 4 തുടരുന്നത്. തൻ്റെ സഹോദരനെ കൊന്ന് കുറ്റബോധം പേറി നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. കുറ്റവും ശിക്ഷയും എന്ന ഒരു നോവലുണ്ട്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. കുറ്റവും ശിക്ഷയും. ഞാൻ ഓർക്കാറുണ്ട്, കുറ്റവും ശിക്ഷയും എന്നല്ല, കുറ്റം ശിക്ഷ. കുറ്റവും ശിക്ഷയുമല്ല, കുറ്റമാണ് ശിക്ഷ. ക്രൈമാണ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അനുഭവിക്കുന്ന കുറ്റത്തിന് അനുഭവിക്കുന്ന ശിക്ഷ വേറൊരു ശിക്ഷയല്ല, അയാൾ ആ കുറ്റം ചെയ്തു പോയി എന്നതാണ് ശിക്ഷ. ആ കുറ്റം ചെയ്തു പോയി എന്ന ഭാരമാണ് ഒരാളുടെ ശിക്ഷ. സത്യത്തിൽ ആ കുറ്റം തന്നെയാണ് ശിക്ഷ. ഒരാൾക്ക് ഒരു അബദ്ധം പറ്റി എന്നുള്ളതാണ് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതിന് ശേഷം കിട്ടുന്ന ശിക്ഷയല്ല. സത്യം പറഞ്ഞാൽ മനുഷ്യൻ ഏത് ജീവിതത്തിൻ്റെ ദുഃഖകരമായ പാപകരമായ അബദ്ധം സംഭവിച്ച ഓർമ്മകളെക്കുറിച്ചും മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്
ആ കുറ്റം സംഭവിച്ചു എന്ന ആ വേദന, ആ ശിക്ഷ. ഇതിൻ്റെ ഒരു 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 ക്ലാസിക്കൽ ഫോമാണ് കായൻ. അവൻ പറയുകയാണ് എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. അവിടുന്ന് തന്നെ ഈ സ്ഥലത്ത് നാട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ഇതാണ് ശിക്ഷ. ഇനി അതിനുശേഷം എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതാണ് ശിക്ഷ. അപ്പോൾ ഈ സമയത്ത് ദൈവവചനം, ബൈബിൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു. കൊലപാതകം, ഭ്രാതൃഹത്യ, ഫ്രാറ്റിസൈഡ്. ഒരു 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 സഹോദരനെ കൊന്നു, സ്വന്തം ചോരയാണ്. അപ്പോൾ ആ സഹോദരനെ കൊന്ന സഹോദരൻ്റെ രക്തം ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുന്ന ആ കുറ്റബോധത്തിൽ വല്ലാതെ വിഷമിച്ച് കരയുന്ന ഈ മനുഷ്യനോട് ബൈബിൾ പറയുകയാണ്, ദൈവം പറയുകയാണ്, കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കായേനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു. കായേൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് വാസമർപ്പിച്ചു. കായേൻ തൻ്റെ ഭാര്യയുമായി ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു. കായേൻ ഒരു നഗരം പണിതു. തൻ്റെ പുത്രനായ ഹെനോക്കിൻ്റെ പേര് അതിന് നൽകി. ഹെനോക്കിന് ഈരാദും, ഈരാദിന് മെഹൂയായേലും, മെഹൂയായേലിന് മെഥൂശായേലും, മെഥൂശായേലിന് ലാമേക്കും ജനിച്ചു. അതായത് കായേനെ ദൈവം കൈവിട്ട് കളയുന്നില്ല. കൊലപാതകം സംഭവിച്ച സഹോദരനെ കൊന്ന കായേനോട് ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ കായേനെ അടുത്ത് വിളിച്ചിട്ട് ദൈവം അവൻ്റെ മേൽ ഒരു സ്നേഹത്തിൻ്റെ അടയാള മുദ്ര പതിച്ചു. ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുക്കാൻ എൻ്റെ ഹൃദയത്തിൽ തോന്നിയതിൻ്റെ കാരണം, ജീവിതം അവസാനിച്ചു, എല്ലാം തീർന്നു, എൻ്റെ ജീവിതത്തിൽ വലിയൊരു അബദ്ധം പറ്റി, ഞാൻ ഒരിക്കലും തിരുത്താൻ പറ്റാത്തൊരു തെറ്റ് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റി, ഞാൻ ദൈവത്തെ ഒത്തിരി മറന്ന് ജീവിച്ചു, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതം ഒരിക്കലും നല്ലതായിരുന്നില്ല എന്നെല്ലാം ഓർത്ത് ആ കുറ്റം ഒരു ശിക്ഷയായി കൊണ്ട് നടക്കുന്ന അനേകം മക്കൾ ഈ ലോകത്തുണ്ട്. ദൈവത്തിൻ്റെ വചനം, പ്രത്യാശ നൽകുന്ന വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാൻ ദൈവം ഒരവസരം തരികയാണ്. കർത്താവിൻ്റെ കയ്യിൽ ഒത്തിരി ബ്ലാങ്ക് പേപ്പറുകളുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ ഒത്തിരി ഒന്നും എഴുതാത്ത പേപ്പറുകളുണ്ട്. നമ്മുടെ കയ്യിലുമുണ്ട് പേപ്പറുകൾ. നമ്മുടെ കയ്യിലെ പേപ്പർ മുഴുവൻ റെഡ് ലൈനാണ്. നമ്മൾ എഴുതിയത് മുഴുവൻ തെറ്റി. ദൈവമെന്ന അധ്യാപകനെ നമ്മൾ ഈ പേപ്പർ കാണിക്കുമ്പോൾ മുഴുവൻ വെട്ടാനും മുഴുവൻ വെട്ടിക്കളയാനും റെഡ് ലൈൻ മാർക്ക് ചെയ്യാനും മാത്രമേ ദൈവത്തിന് പറ്റൂ. മുഴുവൻ എല്ലാം തെറ്റിപ്പോയവരാണ്. ഒരു കാര്യം പോലും ഇതുവരെയും ശരിയാക്കിയിട്ടില്ല. അങ്ങനെ ഒരു മുഴുവൻ വെട്ടിത്തിരുത്തി മുഴുവൻ അക്ഷരത്തെറ്റുകളും ആശയത്തെറ്റുകളുമായി ഒരു പേപ്പർ, അല്ലെ ഒരു കൂട്ടം പേപ്പറുകൾ ഈ ദൈവമെന്ന അധ്യാപകൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ പേപ്പറിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അത് വേസ്റ്റ് ബിന്നിലേക്ക്, ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിട്ട് തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുതിയ പേപ്പർ നമ്മുടെ കയ്യിൽ ഒരു പുഞ്ചിരിയോടെ സമ്മാനിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് എഴുതി തുടങ്ങാൻ ആവശ്യപ്പെടുന്ന ആ നല്ല ടീച്ചറാണ് ദൈവം. ഒന്നുകൂടെ ഒന്ന് എഴുതാം. ഇതുവരെ 2023 എഴുതിയതെല്ലാം തെറ്റി, സാരമില്ല. ലെറ്റ് us സ്റ്റാർട്ട് എവറിത്തിങ് ഓൾ ഓവർ അഗെയിൻ. നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം, ഒരിക്കൽ കൂടി ആരംഭിക്കാം, ഒരിക്കൽ കൂടി നമുക്ക് തെറ്റിപ്പോയതിനേക്ക് ഒന്ന് തിരുത്തി എഴുതാൻ പരിശ്രമിക്കാം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബൈബിളിലെ കായൻ. സ്നേഹത്തിൻ്റെ ഒരു അടയാള മുദ്ര അവൻ്റെ നെറ്റിത്തടത്തിൽ പതിച്ച് അവൻ്റെ മൂർധാവിൽ സ്നേഹത്തിൻ്റെ ഒരു ചുടുചുംബനം നൽകി ദൈവം അവനോട് പറഞ്ഞു, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഐ എം കവറിങ് യു, ഐ എം പ്രൊട്ടക്റ്റിംഗ് യു ആൻഡ് യു ബിലോങ് ടു മീ. എൻ്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, മടുത്തു പോകരുത്, മുന്നോട്ട് പോകണം. നിരാശപ്പെടരുത്, മുന്നോട്ട് പോകണം. ദൈവം ഒരു സ്നേഹത്തിൻ്റെ അടയാള മുദ്ര പതിച്ച് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പാദേ സർവമർപ്പിച്ചേകാൻ, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം, മനം തുറന്നേകാം, എന്നേരവും സ്തുതി ആരാധന. എല്ലാം എല്ലാം അറിയും എൻ്റെ തമ്പുരാനെ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. മർത്യനായി ഭൂവിൽ അവതരിച്ചവനെ, എന്നേരവും സ്തുതി ആരാധന. ലോകത്തിൻ്റെ ദീപമേ, ഭൂമി തല്ലവനമേ, എന്നേരവും സ്തുതി ആരാധന. തച്ചൻ്റെ മകനായി വളർന്ന ഈശോയെ, എന്നേരവും സ്തുതി ആരാധന. കന്യകാമേരിതൻ പ്രിയ സുതനേശുവേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ദൈവഗീതമണിവാൻ വ്യാഖ്യാനിച്ച ഗുരുവേ, എന്നേരവും സ്തുതി ആരാധന. ദൈവരാജ്യം ഭൂവിൽ സ്ഥാപിച്ച രാജാവേ, എന്നേരവും സ്തുതി ആരാധന. പാപികളെ അലിവാൻ ചേർത്തു വച്ചോരിടയാ, എന്നേരവും സ്തുതി ആരാധന. രോഗികൾക്കു സൗഖ്യം നൽകിയ നല്ലിടയാ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. വഴിയും സത്യവും ജീവനുമാമേശുവേ, എന്നേരവും സ്തുതി ആരാധന. ലോകത്തിൻ്റെ ദീപമേ, ഭൂമി തല്ലവനമേ, എന്നേരവും സ്തുതി ആരാധന. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ഗുരുവേ, എന്നേരവും സ്തുതി ആരാധന. സ്നേഹത്തിൻ പ്രമാണം പകർന്ന സദ്ഗുരുവേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ഗത്സമനി തന്നിൽ രക്തം വീഴ്ത്തവനെ, എന്നേരവും സ്തുതി ആരാധന. ശിഷ്യന്മാരെ പോലെ
തിരസ്കൃതനായവനെ എന്നേരവും സ്തുതി ആരാധന. മാംസമത്തിടുവോളം ചമ്മട്ടിയടിയേറ്റവനെ എന്നേരവും സ്തുതി ആരാധന. മുൾമുടി തന്നവഹേളനം ശാന്തനായി സഹിച്ചവനെ എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. എൻ പാപങ്ങൾ പോക്കാൻ കുരിശു ചുമന്നവനെ എന്നേരവും സ്തുതി ആരാധന. 3 വട്ടം കുരിശാൽ വീണു പിടഞ്ഞവനെ എന്നേരവും സ്തുതി ആരാധന. കുരിശിന്റെ മാവിൽ തറയ്ക്കപ്പെട്ടവനെ എന്നേരവും സ്തുതി ആരാധന. ചെന്നീണം മാർന്ന് കുരിശിൽ മരിച്ചവനെ എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വഴിയും സത്യവും ജീവനും അവിടുന്നാണ്. ഞങ്ങൾ നടക്കേണ്ട വഴി കാണിച്ചു തരുന്നത് അവിടുന്നാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് അരുളി ചെയ്ത് ഞങ്ങളെ വഴി നടത്തുന്നത് അവിടുന്നാണ്. അവിടുന്ന് അരുളി ചെയ്തു സങ്കീർത്തനം 32:8 തിരുവചനത്തിൽ, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം, നടക്കേണ്ട വഴി കാണിച്ചു തരാം. കർത്താവേ, ആലോചനയുടെ തീരുമാനത്തിൻ്റെ കർത്താവേ, മുന്നോട്ട് നീങ്ങാൻ ഏത് ദിശയിലേക്ക് കടന്നു പോകണമെന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്ന, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇസ്രായേൽ എന്നൊരു ജനതയെ വഴി നടത്തിയ അങ്ങയുടെ കാരുണ്യവും സ്നേഹവും കർത്താവേ, ഈ സമയം ഞങ്ങൾ ഓർമ്മിക്കുന്നു. കഴിഞ്ഞ 1 വർഷം മുഴുവൻ ഞങ്ങളെ വഴി നടത്തിയ അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഇതാ ഈ പുതിയ വർഷത്തെ നിന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. സമ്പൂർണ്ണമായി ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരം. കർത്താവെ, 73-ാം സങ്കീർത്തനത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. അങ്ങയോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ പഴങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതെയായാലും, ആട്ടിൻകൂട്ടമാലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കും. അവിടുന്ന് കലമാനിൻ്റെ പാദങ്ങൾക്കെന്ന പോലെ എനിക്ക് വേഗത നൽകും. കർത്താവേ, അങ്ങയുടെ മഹത്വത്തെ ആരാധിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവനേക്കാൾ അങ്ങ് വലുതാണ് എന്ന് ഏറ്റു പറയുന്നു. കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന
107 സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ വചനം അരുളി ചെയ്തു. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നിങ്ങൾ കരയുകയില്ല. ദുഃഖമോ മുറവിളിയോ വിലാപത്തിൻ്റെ സ്വരമോ ഇനി അവിടെ കേൾക്കുകയില്ല. കണ്ണീരവിടുന്ന് തുടച്ചു മാറ്റും. കരച്ചിൽ നിർത്തുക, കണ്ണീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കണ്ണീരോടെയാണ് അവർ വന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കും. വിത്തും ചുമന്നുകൊണ്ട് വിലാപത്തോടെ വന്നവർ കറ്റയും ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരെ രക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നു. ജെറമിയ 33:3, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരാം. ബുദ്ധിക്കതീതവും മഹത്വവും നിഗൂഢവുമായവ ഞാൻ നിനക്ക് വെളിപ്പെടുത്താം. യെശയ്യാ 59 കർത്താവ് അരുളി ചെയ്യുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്തതുപോലെ എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ജെറമിയായിലൂടെ കർത്താവ് ചോദിക്കുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ലൂക്കാ 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. 1 പത്രോസ് 5 ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്യും, കർത്താവിൻ്റെ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. യാക്കോബ് ശ്ലീഹായിലൂടെ തിരുവചനം അരുളി ചെയ്യുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. സങ്കീർത്തനം 115:12 കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഓ ദൈവമേ, ദിവ്യകാരുണ്യത്തിൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഇതാ ഈ വർഷത്തെയും ഇതിലെ 12 മാസങ്ങളെയും 365 ദിവസങ്ങളെയും അതിലെ ഓരോ മണിക്കൂറിനെയും ഓരോ മിനിറ്റിനെയും നിമിഷങ്ങളെയും ഇതാ സമർപ്പിക്കുകയാണ്. പൂർണ്ണമായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും വറുതികളും ദാരിദ്ര്യവും കഷ്ടപ്പാടും കടഭാരങ്ങളും ആവലാദികളും ആകുലതകളും കർത്താവെ അങ്ങ് പൂർണ്ണമായും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സമ്പൂർണ്ണമായും ഞങ്ങളുടെ നിയന്ത്രണം ജീവിതത്തിനുണ്ടാകണമേ. എല്ലാ കണ്ണീരും അവിടുന്ന് തുടയ്ക്കണമേ. കർത്താവെ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ, ബലഹീനതകൾ, ദുശീലങ്ങൾ, അടിമത്തങ്ങൾ, പലവിധമായ രോഗബന്ധനങ്ങൾ, ഇവയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സുഖപ്പെടുത്തണമേ. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോ, ദൈവമേ, രാജ്യങ്ങൾക്കപ്പുറത്തേക്ക്, ദേശങ്ങൾക്കപ്പുറത്തേക്ക്, ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്ക് ലൂക്കാ 5:17, 6:19 വചനത്തിലൂടെ അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും എല്ലാ ഹൃദയങ്ങളെയും സ്പർശിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ആഗ്രഹിക്കുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം വന്ന് വ്യാപരിക്കണമേ. ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവേ ഇപ്പോൾ വന്ന് നിറയണമേ. കർത്താവേ, ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിലെ ഭാരങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ വന്ന് വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹന്മാർ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ. ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ശക്തിയെ നയിക്കണേ. സ്നേഹന്മാർ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ.
നയിക്കണേ. സ്ലീഹന്മാർ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.